വിശദമായി നോക്കാം. ജാനകി എന്നത് എങ്ങനെ മതപരമായ വിഷയമാകുമെന്ന് ആവർത്തിച്ചു കോടതി. എന്തിന് ജാനകി എന്ന പേര് മാറ്റണം? കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കൃത്യമായി അറിയിക്കണമെന്ന് സെൻസർ ബോർഡിനോട് കോടതി ആവശ്യപ്പെട്ടു. കേസ് ബുധനാഴ്ച വീണ്ടും പരിഗണിക്കും. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകും. അഹമ്മദ് മുസ്തഫ, ഇവിടെ സിനിമയ്ക്ക് പ്രദർശന അനുമതി നിഷേധിച്ചതിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് സെൻസർ ബോർഡിനോട് ഉണ്ടായിട്ടുള്ളത്? നിലവിലും റിവൈസിംഗ് കമ്മിറ്റിയുടെ വ്യക്തമായ ഏതെങ്കിലും തരത്തിലുള്ള കാരണം കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇപ്പോഴും സെൻസർ ബോർഡിന് കഴിയാതെ വന്നതോടുകൂടിയാണ് കൃത്യമായി തന്നെ ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ കഴിയില്ല. പകരം കൃത്യമായി ബുധനാഴ്ച ഈ വിഷയത്തിൽ എന്തെങ്കിലും കൂടുതൽ ഇനി പറയാനുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ബുധനാഴ്ച അറിയിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇന്നും സമാനമായ രൂപത്തിൽ കഴിഞ്ഞ തവണ കോടതി ഉന്നയിച്ച ചില ചോദ്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുകയാണ്. കുറച്ചുകൂടി കടന്ന് കോടതി ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സിനിമയ്ക്ക് പേരിടുന്നത്, സിനിമയുടെ ക്യാരക്ടർ എങ്ങനെയാകണമെന്നത്, അല്ലെങ്കിൽ സിനിമയുടെ കഥാതന്തു എന്താകണമെന്നതൊക്കെ അതൊരു ഒരു ഒരു ആർട്ടിസ്റ്റിന്റെ ഫ്രീഡമാണ്, ഒരു കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അതിൽ ഇടപെടാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ സംവിധായകർക്ക്, അതിലെ കലാകാരന്മാർക്ക് ഇന്ന രൂപത്തിൽ ചെയ്യണം, ഇന്ന കഥ പറയണം, ഇന്ന പേരിടണം എന്ന രൂപത്തിൽ നിങ്ങൾ ഡിക്റ്റേറ്റ് ചെയ്യുകയാണ് എന്നാണ് സെൻസർ ബോർഡിനോട് കോടതി കുറച്ചുകൂടി കടന്ന് ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. അതായത് പേരുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി തന്നെ കോടതി പലതവണ ആ പേരിന് എന്താണ് പ്രശ്നമെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഏതെങ്കിലും തരത്തിൽ റേഷ്യലായോ റിലീജിയസ് ആയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മറ്റു സമുദായ അല്ലെങ്കിൽ സമൂഹവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ സെൻസർ ബോർഡിന് കഴിയാതെ പോയി എന്ന് കോടതിയുടെ വിമർശനത്തിൽ നിന്ന് വ്യക്തമാണ്. കോടതി ചിരിച്ചു ചില കാര്യങ്ങൾ ചോദിക്കുന്നു. നോക്കൂ, 80% പേരുകൾ ഇന്ത്യ പോലൊരു രാജ്യത്ത്, അല്ലെങ്കിൽ ഇന്ത്യ പോലൊരു വിവിധ മതങ്ങൾ അധിവസിക്കുന്ന ഒരു സമൂഹത്തിൽ അഹമ്മദ് എന്നോ അല്ലെങ്കിൽ രാമൻ എന്നോ അല്ലെങ്കിൽ വേറെ പലതരത്തിൽ അത്തരം മതപരമായ പേര്, ദൈവത്തിന്റെ പേര് ഉപയോഗിക്കുന്ന ഒരു നാട് കൂടിയാണ് ഇന്ത്യ. അതുകൊണ്ട് ജാനകി എന്ന പേരിനോട് ഇങ്ങനെ കടുംപിടുത്തം പിടിക്കേണ്ടതില്ല എന്ന് കോടതി കൃത്യമായി തന്നെ പറയുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ബുധനാഴ്ച വീണ്ടും കോടതി വിശദമായ വാദം കേൾക്കും. അന്ന് ഏതെങ്കിലും തരത്തിൽ ഇതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ബുധനാഴ്ച ബോധ്യിക്കണം, അല്ലെങ്കിൽ കോടതിയെ ബോധ്യപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി പറയുന്നുണ്ട്. ഇവിടെ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അനുകൂലമായ നിരീക്ഷണങ്ങൾ തന്നെയാണ് എന്തായാലും കോടതിയിൽ നിന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പേരുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രശ്നം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ഈ സെൻസർ ബോർഡിനോട് ആവർത്തിച്ച് ചോദിച്ചിരുന്നു. റിവൈസിംഗ് കമ്മിറ്റി സിനിമ കണ്ട ശേഷം അതിന്റെ തീരുമാനം അറിയിക്കാനും അതോടൊപ്പം തന്നെ ഒരു ഷോക്കോസ് നോട്ടീസ് ഹാജരാക്കാനുമാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ റിവൈസിംഗ് കമ്മിറ്റി അനുമതി നൽകാത്ത ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് ചെയ്യേണ്ടത് ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പലേറ്റ് അതോറിറ്റിയിലേക്ക്, അപ്പലേറ്റ് ട്രൈബ്യൂണലിലേക്ക് FACTയിലേക്ക് പോവുകയാണ്. പക്ഷേ ആ ബോഡി പോലും കേന്ദ്ര സർക്കാർ എടുത്തു മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പീലിന് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത് എന്നുകൂടി ഹർജിക്കാർ ഈ സിനിമയ്ക്ക് വേണ്ടി, സിനിമയുടെ അണിയർ പ്രവർത്തകർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ കോടതിയെ ഉന്നയിച്ചു. കോടതി അത് വളരെ കൗതുകത്തോടു കൂടിയാണ് നോക്കിയത്. കാര്യം പിന്നെ അടുത്തൊരു പ്രൊസീജിയർ എന്ന് പറയുന്നത് ഈ സെൻസർ ബോർഡ് റിവൈസിംഗ് കമ്മിറ്റി നിഷ്കർഷിച്ച അല്ലെങ്കിൽ നിർദ്ദേശിച്ചിട്ടുള്ള എഡിറ്റ് മുഴുവൻ ചെയ്ത് വീണ്ടും ഒരു സർട്ടിഫിക്കേഷന് വേണ്ടി പോവുക എന്നുള്ളത്. സിനിമയുടെ കാമ്പ് പൂർണ്ണമായി നഷ്ടപ്പെടും, എസൻസ് പൂർണ്ണമായി നഷ്ടപ്പെടും. ആ നിലയ്ക്ക് സിനിമയുടെ പൂർണ്ണ ഭംഗി നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് പോകുമ്പോൾ അവിടെയാണ് കോടതിയുടെ ചോദ്യം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ കഴിയില്ല നിങ്ങൾക്ക് എന്ന് കോടതി കൃത്യമായി തന്നെ ചില നിർദ്ദേശങ്ങൾ പറയുന്നത്. എന്തായാലും നേരത്തെ ദിവ്യ സൂചിപ്പിച്ചതുപോലെ സിനിമയ്ക്ക് അനുകൂലമായ ചില പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട് ഉണ്ടാകുന്നത് എന്നുകൂടി ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും മുസ്തഫ, ഒരു അന്തിമ തീരുമാനം അധികം വൈകാതെ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചൂടെ? മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ബുധനാഴ്ച ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്തിമ വാദം കേൾക്കും. അതിനുശേഷമായിരിക്കും, അല്ലെങ്കിൽ അന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നുകിൽ കോടതി അന്ന് വിധി പറയും, അതല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ സിനിമാ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ വിശദമായ റെഫറൻസിന് ശേഷം കോടതി ഇത് ഓർഡേഴ്സിന് വേണ്ടി റിസർവ് ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇത് അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കോടതി കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴും സെൻസർ ബോർഡിന് ജാനകി എന്ന പേരുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു പ്രശ്നമെന്ന് കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ അണിയർ പ്രവർത്തകർക്ക് അനുകൂലമായ, പ്രത്യേകിച്ച് ജാനകിയുമായി ബന്ധപ്പെട്ട പേര് വിവാദം നേരത്തെ തന്നെ സിനിമാ ലോകത്ത് ഉണ്ടായിരുന്നു. മാത്രമല്ല അതിനിടയ്ക്ക് 2023 ഇറങ്ങിയ ഒരു മലയാള ചിത്രത്തിന് പോലും ജാനകി എന്ന പേര് ഉപയോഗിച്ചത് കൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇതിന്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അനുമതി ലഭിച്ചിരുന്നു എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. അതൊക്കെ ഹർജിക്കാർ കോടതിക്ക് മുമ്പിൽ
വളരെ വിശദമായി തന്നെ ഇപ്പോൾ മനസ്സിലാക്കുന്നു. കോടതിയുടെ ഇന്ന് നടന്ന ഹിയറിംഗ് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ഹിയറിംഗ് ഉൾപ്പെടെ വ്യക്തമാകുന്ന ഒരു കാര്യം, ഒരു ചിത്രം വ്യക്തമാക്കുന്നത് കോടതിയിൽ ഏതെങ്കിലും തരത്തിൽ എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ഈ പേരുമായി ബന്ധപ്പെട്ട് ആ പേര് ജാനകി എന്ന പേര് ഉപയോഗിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തമായ കാരണം ബോധ്യപ്പെടുത്താൻ ഇപ്പോഴും സെൻസർ ബോർഡിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇനിയിപ്പോൾ സെൻസർ ബോർഡിന് ഒരു ക്ലിയർ പിക്ചർ കൃത്യമായി തന്നെ ബുധനാഴ്ച കോടതിയിൽ ഹാജരാക്കണമെന്ന് എന്തായാലും സിംഗിൾ ബെഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതനുസരിച്ച് എന്തായാലും തിങ്കളാഴ്ച ഒരുപക്ഷെ അതിന്റെ റീജിയണൽ ഓഫീസിൽ നിന്ന് സൈൻ ചെയ്താലും മതി എന്ന്. കാര്യം ബോംബെയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിൽ അനുമതി ലഭ്യമാകാത്ത അല്ലെങ്കിൽ മറ്റു പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അധികം വൈകിക്കൊണ്ട് പോകരുത്, വൈകിക്കാൻ പാടില്ല എന്ന് കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട്. ഏതായാലും മനസ്സിലാക്കുന്നത് വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് അപ്പീൽ പോകാനുള്ള ഒരു സാഹചര്യം പോലും നിലവിലില്ല. ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പീലിന്റെ ട്രൈബ്യൂണൽ പോലും നിലവിലില്ല. അത് സെറ്റ് അസൈഡ് ചെയ്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയ സ്ഥിതിക്ക് എന്തായാലും ഹൈക്കോടതിയുടെ വിധി നിർണായകമാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തായാലും ഈ ആഴ്ച തന്നെ ഒരു ജാനകി എന്ന പേര് മാത്രമല്ലല്ലോ, മറ്റു ചില പ്രശ്നങ്ങൾ, സിനിമയുമായി ബന്ധപ്പെട്ട മറ്റു ചില പ്രശ്നങ്ങൾ കൂടി സെൻസർ ബോർഡ് അറിയിച്ചിട്ടില്ല. അതിൽ സ്ത്രീകൾക്കെതിരായ അധിക്ഷേപ പരാമർശങ്ങളുണ്ട്. അങ്ങനെ മറ്റു ചില കാരണങ്ങൾ കൂടിയില്ലേ? ഈ സിനിമയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ചില പ്രമേയങ്ങൾ അതുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് അത് ഈ നിലവിൽ ലഭ്യമാക്കിയിരിക്കുന്ന റീജിയണൽ സെൻസർ ബോർഡ് ഇവിടുന്ന് കണ്ട ആളുകൾ അതുമായി ബന്ധപ്പെട്ട് 13+ കാറ്റഗറി UA കാറ്റഗറിയിൽ കാണാമെന്നുള്ളൊരു അനുമതി പത്രമാണ് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ഒരു മുകളിലേക്കുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിന് യോഗ്യമാണ്, അതിന് ഫിറ്റാണ് എന്നതുൾപ്പെടെ ഒരു സർട്ടിഫിക്കറ്റ് അങ്ങോട്ടേക്ക് സജസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കപ്പെട്ട ചില വാദങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്ന ചില കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ചില ആകാത്തവർക്ക് കാണാൻ കഴിയാത്ത ചില കണ്ടന്റുകൾ ആ സിനിമയ്ക്കകത്തുണ്ട്. അതുകൊണ്ട് 16+ UA കാറ്റഗറിയിൽ നൽകിയാൽ മതി എന്നതുൾപ്പെടെയുള്ള ഒരു നിർദ്ദേശം അതിനകത്തുണ്ട്. അപ്പോൾ കോടതി ചോദിക്കുന്നത്, അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ കാറ്റഗറിക്കകത്ത് സിനിമയുടെ ലൈസൻസ് സെൻസർഷിപ്പ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയല്ലോ, അത് ഇങ്ങനെ പിടിച്ചു വെക്കേണ്ട കാര്യമില്ലെന്നതുൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കോടതി അതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ കോടതിയിൽ അത്തരം വിഷയങ്ങളൊന്നും വന്നില്ല. ഇന്ന് പ്രധാനമായും വന്നത് ഈ ജാനകി എന്ന പേരുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ ഈ സിനിമാ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അതിനകത്തുള്ള ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സെൻസർ ബോർഡ് ഈ വിഷയത്തെ ഡിഫെൻഡ് ചെയ്തത്. പക്ഷെ ആ വളരെ വീക്കായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാത്ത വാദങ്ങളാണ് ഇന്നും. കാര്യം കഴിഞ്ഞ വെള്ളിയാഴ്ച എന്താണോ ഉന്നയിച്ചത് അതേ വാദങ്ങൾ പുതിയ ഏതെങ്കിലും തരത്തിലുള്ള ഡിഫൻസ് വെക്കാൻ സെൻസർ ബോർഡിന് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ കോടതിയുടെ ഒരു ലാംഗ്വേജ് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കോടതിക്കകത്ത് നടന്ന ഒരു പ്രൊസീജിയേഴ്സ് നേരിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഏതെങ്കിലും തരത്തിൽ ഇതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സെൻസർ ബോർഡിന് വ്യക്തമാകും. ഇനി ബുധനാഴ്ച വരുമ്പോഴും ഇതേ തരത്തിലുള്ള കാര്യം, വെള്ളിയാഴ്ച തന്നെ കോടതി ഈ പേരുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ രൂപത്തിൽ തന്നെ ചില വിമർശനങ്ങൾ ഉന്നയിച്ചത്. പേരിന് എന്താണ് പ്രശ്നം എന്നാണ് കോടതി ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇന്നും ചോദിച്ചു. 80% ഇന്ത്യയിലെ പേരുകൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു തരത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട പേരുകളായിരിക്കും. അതുകൊണ്ട് അതെന്താണ് ഒരു പേര്, ആ പേരിന് എന്താണ് പ്രശ്നം? സാധാരണക്കാർ ഉപയോഗിക്കുന്ന പ്രദർശനാനുമതി നിഷേധിച്ചതിന്റെ കാരണങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ ഇതുവരെയും സെൻസർ ബോർഡിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ജാനകി എന്ന പേരിന് എന്ത് കുഴപ്പമാണുള്ളത് അത് വ്യക്തമാക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം. അഹമ്മദ് മുസ്തുബയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്